ബഹുമാനപ്പെട്ട സമ്മതിദായകരെ, ജനാധിപത്യ വിശ്വാസികളെ, ആസന്നമായിരിക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രിയപ്പെട്ട എല്ലാ സമ്മതിദായകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് ശാസ്താംകോട്ട സദാശിവൻ. കഴിഞ്ഞ 52 വർഷമായി പൊതുജനങ്ങളുമായി നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും വന്നിരിക്കുന്ന മൂല്യച്യുതികൾക്കെതിരായി അതിശക്തമായി പ്രതികരിക്കേണ്ട അവസരമാണ് വന്നിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കണം ഓരോ പൗരനും ഓരോ സമ്മതിദായകനും പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തലുകൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നിയമമുണ്ടാക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ആ ഭരണഘടനയാണ് നമ്മുടെ പ്രകടന പത്രിക, ഔദ്യോഗികമായിട്ടുള്ള പ്രകടന പത്രിക. ആ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആമുഖ വാഗ്ദാനങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പരമാധികാര, സ്ഥിതിതമത്വ, മതേതര ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നാണ്. നമുക്ക് ഭരണഘടന വന്നിരിക്കുന്ന വാഗ്ദാനമാണത്. എന്താണ്? പരമാധികാരം, അതുപോലെ തന്നെ സ്ഥിതിസമത്വം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ഈ പ്രകാരമുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതായിരിക്കണം എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. ഇതിനപ്പുറത്ത് ഒരാളുടെയും ഒരു സംഘടനയുടെയും വാഗ്ദാനങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 79 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് 8 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 8 പതിറ്റാണ്ടും കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വരെ ആമുഖ വാഗ്ദാനങ്ങളിൽ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. നമുക്ക് വേറൊന്നും നമുക്ക് വേണ്ട. ആമുഖ വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. അതായിരിക്കണം നമ്മുടെ പഞ്ചായത്തിൽ, ഇനി വരുന്ന പഞ്ചായത്തുകളെല്ലാം തന്നെയും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സമ്മതിദായകർക്കാണ്. സമ്മതിദായകരാണ് ഈ ഭരണഘടന സ്ഥാപനങ്ങളിലേക്ക്, അതായത് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള അവിടേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത്. ആ തിരഞ്ഞെടുക്കുന്നതിനൊരു മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് ഭരണഘടനാ വാഗ്ദാനങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് വരേണ്ടത് ആർട്ടിക്കിൾ 39 ബിയും സിയും, അതുപോലെ തന്നെ 47, ആർട്ടിക്കിൾ 14. ഇതിനിപ്പോ ചില ഭേദഗതി ഇപ്പോഴത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭേദഗതി എല്ലാം ആത്യന്തികമായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പരമാധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പരമാധികാരങ്ങളോടുന്ന ജനങ്ങളാണ്. ഇവിടുത്തെ വിധികർത്താക്കളോടുന്ന സമ്മതിദായകരാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായി ഏൽപ്പിക്കുന്ന ദൗത്യം ആരിലാണോ അവരാണ് ചെയ്യേണ്ടത്. പഞ്ചായത്ത് മെമ്പർമാരാണ്. അസംബ്ലിയിലാണെങ്കിൽ MLA മാരാണ്. പാർലമെന്റിലാണല്ലോ MP മാരാണ്. അപ്പൊ ഇവര് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 39 ബിയും സിയും. ഇവിടെ ഇന്ന് കാണുന്ന എല്ലാവിധ ഉച്ചനീചത്വങ്ങളുടെയും അസമത്വങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം അനധികൃതമായി പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ സമ്പത്ത് കൊണ്ടുകൂട്ടി വെച്ചിരിക്കുന്നു.
എല്ലാ സമ്പത്തുകളും സമമായിട്ടാണ് ഇവിടെ വീതിക്കപ്പെടേണ്ടത്. ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും തുല്യമായി പങ്കിട്ട് അനുഭവിക്കേണ്ടവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അത് രാഷ്ട്രത്തിന്റെ സ്വത്താണ്. പക്ഷെ അനധികൃതമായി സമ്പത്ത് കുന്നുകൂട്ടി വയ്ക്കുക, അത് പിടിച്ചെടുക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട്. ബിയും സിയും ആർട്ടിക്കിൾ 39 ബിയും സിയും ഉണ്ട്. ബിയും സിയും എന്ന് പറയുന്ന ഏജൻസികളാണ്. അതാരൊക്കെയാണ്? ഇവിടുത്തെ പോലീസ് സംവിധാനം, ഇവിടുത്തെ CBI, അതുപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ പഞ്ചായത്തുകളിലും മറ്റും അനധികൃതമായി കൊന്നുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്തുകൾ, അത് സമ്പത്തില്ലാത്തവരുടെ സമ്പത്താണ് ഇവർ കൊന്നുകൂട്ടി വെച്ചിരിക്കുന്നത്. ഇവർ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തി കള്ളത്തരങ്ങൾ നീതി അടയ്ക്കാതെ അല്ലെങ്കിൽ ചൂഷണം ചെയ്ത് മറ്റുമാണ് ഈ കള്ളപ്പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ അതിന് ഒരു പരിമിതി ഇല്ല, അതിനൊരു നിയമമില്ല. അപ്പൊ നിയമത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ സമ്പാദിക്കുന്ന പണങ്ങൾ, നിയമപരമല്ലാത്ത പണങ്ങൾ, സമ്പത്തുകൾ പിടിച്ചെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പഞ്ചായത്തുകൾക്ക് ആവശ്യപ്പെടാം. അതായത് മജിസ്ട്രേറ്റന്മാരോട്, അതായത് ക്രിമിനൽ കുറ്റം കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റന്മാരാണ്. അതായത് താലൂക്ക് തലത്തിലുള്ള മജിസ്ട്രേറ്റന്മാര്. സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്നത് പ്രിൻസിപ്പൽമാരാണ്. അതുകൊണ്ട് അതാണ് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന മജിസ്ട്രേറ്റന്മാരും മുനിസിപ്പൽമാരും എന്ത് ചെയ്യണം? ഇതിനെതിരെ പ്രവർത്തിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുക്കാം, കേസെടുക്കാം. പോലീസിന് തന്നെ നേരിട്ട് കേസെടുക്കാം, പക്ഷെ എടുക്കുന്നില്ല. അപ്പൊ അതിനെതിരെയുള്ള ഒരു ജാഗ്രത ജനങ്ങൾക്ക് വേണം. ഈ കള്ളപ്പണം കണ്ടെടുത്ത് എവിടേക്കാണോ ഉള്ളത് അതെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അത് പിടിച്ചെടുക്കുവാനും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ട്. നീതിപീഠങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവരത് ചെയ്യുന്നില്ല. 2 ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും നിയമത്തിന് മുമ്പിൽ ആണായാലും പെണ്ണായാലും ലിംഗഭേദമില്ലേ, എല്ലാവരും സമന്മാരാണ്. ആ സമന്മാരായിട്ടുള്ള പൗരന്മാർക്ക് എന്ത് വേണം? അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. തുല്യന്മാരാണ്. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഇന്ന് കാണുന്നതെല്ലാം വിവേചനങ്ങളാണ്, കുറ്റവിവേചനങ്ങളാണ് എവിടെയും കാണുന്നത്. അത് ഭരണഘടനയുടെ കുഴപ്പമല്ല, അത് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണെന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 47 പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമില്ല. നമുക്ക് ഒരു വാഗ്ദാനവും നമ്മൾ ആരുടെയും വേണ്ട. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 47 അടിസ്ഥാന ആവശ്യങ്ങൾ. അടിസ്ഥാന ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളാണ്. നമുക്ക് ദൈനംദിനം വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ശുദ്ധമായ ജലം വേണം. ശുദ്ധമായ ജലം അത് എടുക്കുന്നത് ഹൈജീനിക് ആയിട്ടുള്ളത് പരിശുദ്ധമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നായിരിക്കണം. ആ വെള്ളം പരിശുദ്ധമായിരിക്കണം. സപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് യാതൊരുവിധ അണുക്കളോ രോഗാണുക്കളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ ജലസ്രോതസ്സുകളും മലിനമാണ്, കുടിക്കാൻ കുടിവെള്ളമില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് എന്ത് ചെയ്യണം? അടിസ്ഥാന പഞ്ചായത്ത് ആണല്ലോ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം പഞ്ചായത്ത്, കുടുംബം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അവിടെ കിട്ടുന്ന വെള്ളം വളരെ പരിശുദ്ധമായിരിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശുദ്ധവായുവാണ്. പറഞ്ഞാൽ മാത്രം പോരാ. കേരളത്തിൽ ഒരിടത്തും ശുദ്ധവായുവില്ല. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മുഴുവൻ സംവിധാനവും ദുരുപയോഗപ്പെടുത്തപ്പെടുകയാണ്. കരിയിലെ ആകട്ടെ, ഉണക്ക മരങ്ങളാകട്ടെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന അതിമാരകമായ ഒരു വസ്തുവാണത്. രാസപദാർത്ഥങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ക്യാൻസർ അടക്കമുള്ള വൻപിച്ച രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ഈ വസ്തുക്കള് രാവെന്നോ പകലെന്നോ വിവേചനമില്ലാതെ വിവരമില്ലാത്ത കുറെ വൃത്തികെട്ട സാമൂഹ്യ ദുരാത്മാക്കൾ അവർ വാരിയിട്ട് കത്തിക്കുകയാണ്. തൽഫലമായി നമുക്ക് പ്രാണവായു ലഭിക്കുന്നില്ല, മലിനമായിരിക്കുന്നു. ഡൽഹിയിലെ അവസ്ഥയൊക്കെ ഇവിടെ വന്നുകൂടായില്ല. ഡൽഹിയിലെ അവസ്ഥ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് മരവിക്കും, മരണം ഉറപ്പാണ്. 5-10 മിനിറ്റ് കൊണ്ട് മരണം ഉറപ്പാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഭരണകൂടങ്ങൾ, അത് കേന്ദ്രം മുതൽ താലൂക്ക് വില്ലേജ് ഓഫീസ് വരെയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും ശമ്പളം വാങ്ങിക്കുന്ന, ജനങ്ങളുടെ നികുതി വാങ്ങിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അത് വേർതിരിവില്ലാതെ തന്നെ, അത് സ്ഥാനമാനങ്ങളുടെ റാങ്കിന്റെ വ്യത്യാസമില്ലാതെ തന്നെ
ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. ശുദ്ധമായ വായു നമുക്ക് അനിവാര്യമാണ്. ശുദ്ധമായ വായു നമ്മുടെ അവകാശമാണ്. അത് ഈ പഞ്ചായത്തിന്റെ ഭരണത്തോടു കൂടി നമുക്ക് ലഭ്യമാക്കണം. നമ്മുടെ പഞ്ചായത്തുകളുടെ മാലിന്യങ്ങൾ വാരിയിട്ട് കത്തിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ കത്തിച്ചാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടിയെടുക്കുവാൻ പഞ്ചായത്തിൽ നാം നിയോഗിക്കുന്ന പൗരന്മാർക്ക്, മെമ്പർമാർക്ക് അവകാശമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് അവകാശമുണ്ട്, പഞ്ചായത്ത് മെമ്പർമാർക്ക് അവകാശമുണ്ട്. അത് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? സമീകൃത ആഹാരമാണ്. എന്താണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്? ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ 2500 കിലോ കലോറി അടങ്ങുന്ന ഭക്ഷണം വേണം. ആ ഭക്ഷണത്തില് എല്ലാവിധ ഘടകങ്ങളും വേണം. അതിനകത്ത് ഈ നമുക്ക് ആവശ്യമുള്ള ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അതിനകത്ത് അടങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മുടെ പൗരന്മാരുടെ ആരോഗ്യമാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നതും ആരോഗ്യമാണ്. അതുകൊണ്ട് മാനവ വിഭവശേഷി തകർക്കുന്ന തരത്തിലുള്ള ഒരു വസ്തുക്കളും ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മദ്യം, ആർട്ടിക്കിൾ 47 അനുസരിച്ച് മദ്യം ഉണ്ടാക്കുന്നതിന് ഒരു പ്രസ്ഥാനത്തിനും ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ മദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അവർക്ക് ഉപയോഗിക്കാം. അതിസൂക്ഷ്മ യന്ത്രികളിലൂടെ മരുന്ന് അതിവേഗത്തിൽ കടത്തിവിട്ട് ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇത് കച്ചവടത്തിന് വേണ്ടി മനുഷ്യന് ഒരു ആഹാര വസ്തുവായിട്ട് മാറ്റിയെടുക്കുന്നതിനല്ല. ആ വിധത്തിൽ ഒരു നിയമം നിർമ്മിക്കുവാന് നമ്മുടെ ഭരണകൂടത്തിന് അവകാശമില്ല, ഒരു സർക്കാരിനും അവകാശമില്ല. അങ്ങനെ വന്നാൽ ആ സർക്കാരിനെതിരെ നടപടിയെടുക്കാൻ, കേസ് കൊടുക്കുവാനുള്ള അവകാശന്മാർക്കുണ്ട്, പൗരന്മാർക്കുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത്തരത്തിലൊരു നടപടിയെടുക്കാൻ പാടില്ല, ഒരു നിയമം നിർമ്മിക്കാൻ പാടില്ല. ഉപഭോക്താക്കളാണ് രാജാക്കന്മാര്. അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവും ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് അവകാശമില്ല. ഭരിക്കുന്ന ഏതൊരു ഭരണകൂടവും ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി വേണം ഭരിക്കേണ്ടത്. ഭരണഘടനയിൽ എന്തൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ്, അതായത് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഭരണം നടത്തേണ്ടത്. അതിനു പകരം ജനദ്രോഹകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ പഞ്ചായത്ത് നമ്മൾ അധികാരമേൽക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മദ്യമുക്ത, ലഹരിമുക്ത, ഹരിത ഗ്രാമപഞ്ചായത്തായിരിക്കണം. നമ്മൾ ദൃഢനിശ്ചയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വകതിരിവില്ലാത്ത ഒരു വിഭാഗമാക്കി മാറ്റുക. അധ്വാനശീലരായ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യം തകർത്തുകൊണ്ട്, അത് രാഷ്ട്രത്തിന് സമ്പത്താണ്. അത് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഭരണഘടനാ ബാധ്യതയാണ്. അത് തകർത്തുകൊണ്ടാണ് ഇവിടെ മുട്ടിന് അതിൽ ബാറുകൾ തുറന്നു വെച്ചുകൊണ്ട് എന്തിനു പറയുന്നു, വളരെ പുരോഗമനമായ ഭരണമാണെന്ന് അവകാശപ്പെടുന്നവർ പോലും വീട്ടുപടിക്കൽ മദ്യം കൊണ്ടുവരികയാണ്, കൊണ്ടെത്തിക്കാനുള്ള നടപടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അടിമകളായ മക്കളൊക്കെ തന്നെയും ലഹരികൾക്ക് അടിമയായി മാറിയിരിക്കുന്നു. നാളത്തെ പൗരന്മാര് നല്ല പൗരന്മാരാകണ്ടേ? നമ്മുടെ മക്കളെല്ലാം നമ്മളെ നോക്കേണ്ടവരല്ലേ? അത് 10, 25, 30 വയസ്സാകുമ്പോൾ അവര് തളർന്ന് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. കാരണം എന്താണ്? ഈ മദ്യത്തിന്റെയും അത് ലഹരിയുടെയും കടന്നാമകരണം മൂലം തലച്ചോറ് പകരുന്നു, അവരുടെ നാഡീവ്യൂഹങ്ങൾ പകരുന്നു, പ്രതിരോധിക്കാൻ ശക്തിയില്ലാതെ വരുന്നു. എന്തിനു പറയുന്നു? ഒരു കുടുംബജീവിതം പോലും നയിക്കാൻ ആകാത്ത വിധത്തിൽ അവനെ നശിപ്പിച്ചു കളയുകയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത്. ഒരു ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. ഏത് കക്ഷികളായിക്കോട്ടെ എനിക്ക് വിരോധമില്ല. പക്ഷെ അവർ ചെയ്യുന്നത് പുലംകുത്തി പണിയാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെയായി. അപ്പൊ അടുത്തത് എന്താണ് അടിസ്ഥാനാവസ്ഥകൾ നമുക്ക് വേണ്ടത്? നമുക്ക് കൃഷി ചെയ്യാൻ ഭൂമി വേണം, കിടക്കാൻ ഭൂമി വേണം. ഒരു വീട് വയ്ക്കുന്നതിന് 3 സെന്റ് പോരല്ലോ. ഈ പറയുന്ന മന്ത്രിമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും 3 സെന്റിലുള്ള വീട്ടിലാണോ കിടക്കുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഈ സംസ്ഥാനത്തിലെ പാർട്ടി ഓഫീസുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർക്കുള്ളത്? അതിനൊക്കെ പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ പണമാണ്. എന്നാൽ 3-3.5 സെന്റ് ഭൂരിപക്ഷത്തിനകത്ത് ഒരു വീട് വയ്ക്കണം. മരിച്ചു കഴിഞ്ഞാൽ കുടിച്ചിടാനുള്ള സ്ഥലമില്ല, ഭൂമിയില്ലെങ്കിലാണോ? മലയാളം പ്ലാന്റേഷൻ പോലുള്ള തോട്ടങ്ങളല്ലേ ആയിരക്കണക്കിന് 10,000 ഏക്കർ ഭൂമി ഇവിടെ ഉണ്ടായിട്ട് പോലും പാവപ്പെട്ടവന് കൊടുക്കുന്നത് പരമയോഗ്യമല്ലാത്ത, അതായത് വാസയോഗ്യമല്ലാത്ത ഭൂമികളാണ് കൊടുക്കുന്നത്. അപ്പൊ അവരെ പരിമിതപ്പെടുത്തി അവരെ ഇവിടുത്തെ പൗരന്മാരല്ല എന്ന മട്ടില് അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള നയ രൂപീകരണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമി ലഭ്യമാക്കപ്പെട്ട വിധത്തിൽ ഒരു നയം കൊണ്ടുവരണം. ഭൂമി അധ്വാനിക്കാൻ ശേഷിയുള്ളവനാണ് ഭൂമിയുടെ അവകാശി. അതല്ലാതെ പ്രമാണം ചമച്ച് പട്ടയം പിടിച്ചിരിക്കുന്നവനല്ല ഭൂമിയുടെ അവകാശി. മറിച്ച് ഭൂമിയാണ് സർവ സമ്പത്തിന്റെയും സ്രോതസ്. സർവധനാഗമ സ്രോതസ്സും ഭൂമി. സകലമായ പേർക്കും തുല്യ അവകാശം. അതാണ് വേണ്ടത്.
അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ സമമായി പങ്കിട്ടെടുക്കേണ്ടതാണ്. സോഷ്യലിസം പറയുന്ന ഈ രാജ്യത്ത് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഭരണഘടനാ വാഗ്ദാനമാണത്, നടപ്പിലാക്കിയിട്ടില്ല. ഒരു സ്ഥിതി സമത്വ സംവിധാനം എല്ലാ പൗരന്മാരും ജാതിക്കും മതത്തിനും അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും തുല്യന്മാരെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുകയില്ല, അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. മറിച്ച് അവർ വാഗ്ദാനത്തിന്റെ പെരുമഴയാണ് ഇവിടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ശോഭനമാകുകയില്ല. അപ്പോ നല്ല വീട് വേണം, നല്ല ഭക്ഷണം വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരിക്കണം. സർവ്വവിധ സംവിധാനങ്ങളും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്റെ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എങ്കിലും അവിടെ കിടക്കാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കാളിദാസൻ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ശരീരമാധ്യക്കളി ധർമ്മസാധനം. ശരീരമാണ് നമ്മുടെ കർമ്മം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന ഉപാധി. ആ ഉപാധിയെ തളർത്തിയിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരായാലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളായാലും ശരി തന്നെ നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. അതായത് ആർട്ടിക്കിൾ 39 BMCയും ആർട്ടിക്കിൾ 47, 14 എന്നീ സംഭവങ്ങൾ. അതായത് ഒരു തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് 700 രൂപ ഇപ്പൊ തന്നെ ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട് മിനിമം കൂലി. ആ മിനിമം കൂലി എല്ലാവർക്കും സംഘടിത തൊഴിലാളികൾക്ക് കിട്ടുന്നത് പോലെ അസംഘടിത തൊഴിലാളികൾക്കും ഈ 700 രൂപ കിട്ടാൻ അവകാശമുണ്ട്. പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ കൊണ്ട് 253 രൂപയോ മറ്റോ, എനിക്ക് ആ കണക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ തല തിരിക്കുകയാണ്. എന്റെ അഭിമാനം നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ വാചാലമായി ഇവിടെ പറയുന്നുണ്ടല്ലോ, എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉള്ളതെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ആ കുടുംബങ്ങളിൽപ്പെട്ടവരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ രാഷ്ട്രപിതാക്കന്മാര് പറഞ്ഞതുപോലെയുള്ള ഒരു സംവിധാനത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് പ്രാപ്തിയുള്ള ആളുകളുടെ കയ്യിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമ്മതിദാനാവകാശം കൊടുക്കേണ്ടത്. ബാഹ്യ ശക്തികൾക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളെ ഭരിക്കാനുള്ള ഒരു അവകാശവുമില്ല. ആരുമായിക്കോട്ടെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ. പക്ഷെ ആ പഞ്ചായത്തിൽ വരുന്ന ജനപ്രതിനിധികളെ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ പൗരന്മാരാണ്, വോട്ടർമാരാണ്. അവരുടെ അവകാശമാണ് ഈ പഞ്ചായത്ത് പ്രതിനിധികളെ അല്ലെങ്കിൽ മേലോട്ടുള്ള പ്രതിനിധികളെ ഭരിക്കാനുള്ള അവകാശം, നിയന്ത്രിക്കാനുള്ള അവകാശം. മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗ്യശക്തികളുടെയും ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. സർക്കാർ എന്നെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. സർക്കാരിലേക്കുള്ള നികുതി പണം കൊടുക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. അതുകൊണ്ട് അവിടെയുള്ള MP-മാര്, MLA-മാര്, അതുപോലെയുള്ള താഴോട്ടുള്ള എല്ലാ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക സർക്കാരുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം നിയന്ത്രിക്കുവാനുള്ളതും നിലയ്ക്ക് നിർത്താനുള്ള അവകാശം കൊടുത്ത പൗരന്മാർക്കാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാര്, അവരാണ് നികുതിദായകര്. ആ സമ്മതിദായകരാണ് ഈ വിധികർത്താക്കൾ. ഒരു തിരഞ്ഞെടുപ്പിൽ ഒരാളെ ഈ സഭകളിലേക്ക് അയക്കുന്നത് അവരുടെ ക്വാളിറ്റീസ് പരിശോധിച്ചുകൊണ്ടായിരിക്കണം, അവന്റെ കഴിവുകളെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം. അവരെവിടെ നിൽക്കുന്നു, ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. അവൻ എന്ന് മുതൽ നമ്മൾ ജനപ്രതിനിധിയാകുന്നു, നമ്മുടെ പ്രതിനിധിയാകുന്നു, അന്ന് മുതൽ നമ്മുടെ പിടിപ്പുറത്തുണ്ടായിരിക്കണം, നമ്മളോട് ഒപ്പം ഉണ്ടായിരിക്കണം. അതല്ലാതെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി വിശ്രമിക്കുകയും അവർക്ക് വേണ്ടി പണിയെടുക്കുവാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വോട്ട് കൊടുത്തത് അവരെ വിജയിപ്പിക്കുന്നത്? നമ്മൾ എന്തിനാണ് അവർക്ക് അവരെ നികുതി, നമ്മുടെ പണം എന്തിനാണ് നികുതിയായിട്ട് അവർക്ക് കൊടുക്കുന്നത്? നമ്മളെ ഒളിക്കുന്നിടത്ത് വരണം നമ്മൾ പറയും, നമ്മളെ ജനങ്ങളെ അംഗീകരിക്കണം. ഔദാര്യമല്ല ഒരു അവകാശവുമെന്ന് ഓരോ പഞ്ചായത്ത് മെമ്പർമാരും ഓരോ ഭരണാധികാരിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടാദികൾ തമ്മിൽ ഇടിക്കുമ്പോൾ മാറി നിന്ന് തക്കം പാർത്ത് നിൽക്കുന്ന കുറുക്കന്മാരെ പോലെയാണ്. ആ രക്തം ചെയ്യുന്ന സമയത്ത് ചാടി വീണ് രക്തം നക്കി നുളഞ്ഞു കൊണ്ടുപോകുന്നവരെ പോലെയാണ് ഇന്ന് ഈ നിമിഷം വരെ. അടുത്ത പഞ്ചായത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഇന്നലെ വരെ നമ്മുടെ പഞ്ചായത്തുകളിലും രാഷ്ട്രീയ വേദികളിലുമൊക്കെ, അതായത് ഭരണകൂടങ്ങളിലൊക്കെ കണ്ടത് ഈ മുട്ടാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുറുക്കൻ രക്തം രുചിക്കുന്നത് പോലെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം, ഭരണാധികാരികളെല്ലാം ഈ സുഖജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അതിക്രൂരമായി ജനാധിപത്യത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജുഗുപ്സാവകമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ജനങ്ങളാണ് പരമാധികാരികളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങളാണ് പരമാധി. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജന്മമേകിയതാണ് ഈ ജനാധിപത്യം. ജനകീയ മതമാണ് ജനാധിപത്യം. ഓർക്കണം, മറ്റുള്ള മതങ്ങളെക്കാൾ ഏറ്റവും ശക്തവും ലോകം അംഗീകരിക്കുന്നതുമായ ഒരേ ഒരു മതമുണ്ടെങ്കിൽ
അങ്ങനെ ഒരു മതമായിട്ട് നമുക്കതിനെ മാറ്റി ചിന്തിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതാണ്? ജനാധിപത്യ മതമാണ്. ആ ജനാധിപത്യ മതത്തിന്റെ ആ അനുയായികളാണ് ആര്? ഓരോ വോട്ടർമാരും, ഇവിടുത്തെ പൗരന്മാര്. വോട്ടൊന്ന്, മൂല്യമൊന്ന്, പൗരത്വമൊന്ന്, ആർട്ടിക്കിൾ 14 അനുശാസിക്കുന്നു. നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 39 ബിയും സിയും ആർട്ടിക്കിൾ 47 അടിയന്തരമായി അടുത്ത പഞ്ചായത്ത് മുതൽ അതാത് അധികാരികളുടെ അധികാര പരിധി, അതുപോലെ തന്നെ മുനിസിപ്പൽ ആയാലും ശരി തന്നെ, സുപ്രീം കോടതി ജഡ്ജി ആയാലും ശരി തന്നെ, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി തന്നെ, പ്രധാനമന്ത്രി ആയാലും ശരി തന്നെ, ആര് തന്നെ ആയാലും ശരി തന്നെ, ഒരു നയാ പൈസ ജനങ്ങളുടെ നികുതി പണമായി തിന്നുന്ന ഏതൊരു വ്യക്തിയും ഈ ഭരണഘടനയെ മാനിക്കുവാനും ഭരണഘടനയെ അനുശാസിക്കുന്ന ഈ പറയുന്ന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ പടുത്തുയർത്താൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ മറ്റേതെങ്കിലും തത്വശാസ്ത്രങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിച്ച് ഈ കുറുക്കനെ പോലെ മാറി നിന്നുകൊണ്ട് രുചിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുന്നതിന് അടുത്ത പഞ്ചായത്ത് മുതൽ ജനങ്ങൾ ജാഗരൂകരാകണം. ജനാധിപത്യം പുലർന്നിടണമെങ്കിൽ ജനങ്ങൾ ജാഗരൂകരാകണം. ജനങ്ങൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരണം. അവർ ഭരണഘടനയെ കുറിച്ച് പഠിക്കണം. ഭരണഘടനാനുസൃതമായിട്ടാണോ ഈ രാജ്യത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള എല്ലാ ഭരണകൂടങ്ങളും, എല്ലാ നീതിപീഠങ്ങളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അവരെല്ലാം നമ്മുടെ പണം തിന്നുന്നവരാണ്. നമ്മളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കെതിരായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഭരണകൂടങ്ങളെ നിശ്ചയിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ പണം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങളാണ് അവരുടെ രക്ഷാകർത്താക്കൾ. ആ രക്ഷാകർത്താക്കളെ അപമാനിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും പഞ്ചായത്തിൽ പ്രവർത്തനം വരാൻ പാടില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ രൂഢമൂലമായിട്ട് കൂലങ്കഷമായി ചിന്തിച്ചിട്ട് വേണം നമ്മുടെ പ്രതിനിധികളെ നമ്മുടെ അസംബ്ലികളിലേക്കും അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുത്ത് വിടേണ്ടത്. നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളണം. ഒന്ന്, ഒരു പൗരന്റെ പ്രധാനപ്പെട്ട കടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതാരുടെ ഔദാര്യമല്ല. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശങ്ങളുണ്ട്, അഭിപ്രായങ്ങളോട് വിയോജിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. രണ്ട്, അതെന്താണ്? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോടൊപ്പം തന്നെ ക്യൂ പാലിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ജനാധിപത്യത്തിൽ പുറകിൽ നിൽക്കുന്നവനല്ല ആദ്യം കയറി പോകേണ്ടത്. ആദ്യം നിൽക്കുന്നവനെ തന്നെ ആദ്യം കയറ്റി വിടണം, രണ്ടാമത് നിൽക്കുന്നവനെ രണ്ടാമത് കയറ്റി വിടണം. അതല്ലാതെ അഞ്ചാമത് നിൽക്കുന്നതിനെ ഒന്നാമതിനെ അവിടെ നിർത്തിക്കൊണ്ട് അധികാരികൾ കയറ്റി അവന്റെ സ്ഥാനമാനങ്ങളോ അവന്റെ ജാതി മത സ്ഥാനങ്ങളോ നോക്കിയിട്ട് അവനെ പരിഗണിക്കുകയല്ല ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ എല്ലാവരും തുല്യരാണ്. എല്ലാ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കും കാരണം ആരാണ്? എല്ലാവിധ ഈ വിവേചനങ്ങൾക്കും കാരണം ഇവിടുത്തെ മതജാതി രാഷ്ട്രീയ വിഭാഗീയതയാണ്. മതജാതി രാഷ്ട്രീയ വിഭാഗീയത പറഞ്ഞിട്ട് തമ്മിലടിപ്പിച്ചിട്ട് ജനങ്ങളിൽ സംഘർഷം ഉണ്ടാക്കിയിട്ട് അതിനിടയിലൂടെ പണിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടാതെ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപരിയല്ല ഇവിടുത്തെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രസികളും. ജനങ്ങൾക്ക് ഉപരിയല്ല ഇവിടുത്തെ ഒരു ഭരണകൂടവും. ജനങ്ങൾക്ക് കീഴെയാണ് ഇതെല്ലാം. ഇവരെല്ലാം ജനങ്ങളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്തിലേക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കണം. രാഷ്ട്രം നമ്മുടേതാണ്. അതില്ലെങ്കിൽ നാം ആരുമില്ല. രാഷ്ട്രത്തിന്റെ പരമാധികാരം സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. അത് ഒരു പക്ഷേ നമ്മൾ നിയോഗിക്കുന്ന ഈ ഭരണകൂടങ്ങൾ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവരെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് പോലും നമുക്ക് അവകാശമുണ്ട്. CRPC 17, 18, 19 എന്ന ആർട്ടിക്കിൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സുപ്രീം കോടതി ജഡ്ജി ആയാലും ശരി തന്നെ, വില്ലേജ് ഓഫീസർമാരായാലും ശരി തന്നെ, നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ നിയമത്തിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൗരന്മാർക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതിബൃഹത്തും സമഗ്രവുമായ ഒരു ഭരണഘടനയോട് ഇരിക്കുമ്പോഴാണ് ഇവരെ ഞാൻ പാർട്ടിക്കാരെ ആക്ഷേപിക്കുകയല്ല, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ഒന്നും ഒരു അക്ഷരം മിണ്ടാതെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ട്
പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നടപ്പിലാക്കേണ്ടതാണ്. അതിന്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതാണ് പൊളിറ്റിക്സ് പറയുന്നത്. പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് പ്രാക്ടിക്കബിലിറ്റി എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള സാധ്യതകളും നമ്മുടെ ജനങ്ങളുടെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കത്തക്ക വിധത്തിൽ സജ്ജീകരിച്ചു കൊടുക്കുന്നതിന്, അത് സംഭരിച്ചു കൊടുക്കുന്നതിന് ഉറപ്പാക്കി കൊടുക്കുകയാണ് ഭരണകൂടങ്ങളുടെ കടമ. ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത്, ചടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന ആരോഗ്യമുള്ള ഒരു തലമുറയോടെ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകളെല്ലാം തന്നെ, നമ്മുടെ വീടുകളെല്ലാം തന്നെ മദ്യവിമുക്ത പഞ്ചായത്തുകളാണ്. പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നാടാണിത്. പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നാട്ടില് എന്തുകൊണ്ട് അതാത് പഞ്ചായത്തുകളെ മദ്യ ലഹരി വിമുക്ത അഴിമതി മുക്ത പഞ്ചായത്തുകളാക്കിക്കൂടാ? അതിനുവേണ്ടി എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? നമുക്ക് നമ്മളല്ലേ പരമാധികാരികൾ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളുടെ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് ഇവരുടെ അഴിമതിയാണ്, കൈക്കൂലിയാണ്. ക്യാൻസർ പോലെ വളർന്നു കിടക്കുന്നു. അടിമുടി എല്ലാ സർക്കാർ ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥന്മാരിൽ ഒരു ന്യൂനപക്ഷം ഒഴിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്നവരും കൈക്കൂലിക്കാരും കള്ളന്മാരുമായി മാറിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടുത്തെ ഈ ബ്യൂറോക്രാറ്റുകൾ, ഉദ്യോഗസ്ഥന്മാര്, IAS IPS തുടങ്ങിയിട്ടുള്ള ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് അനുകൂലമായിട്ട് കള്ളപ്പണികൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും കള്ളക്കണക്കുകൾ അവതരിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ രാഷ്ട്രം നന്നാകത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. കണ്ടില്ലേ പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടില്ലേ? നമ്മളുടെ ഈ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തെ തന്നെ അടിച്ചുകൊണ്ട് പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്ര കണ്ട് നികൃഷ്ടവും നിന്ദ്യവും യുഗുപ്സാപകവുമായ രീതിയിലാണ് ജനാധിപത്യത്തിന്റെ പേരിൽ കപട ജനാധിപത്യ മുഖം മൂടിക്കൊണ്ട് ഇവര് ജനങ്ങളോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ അനാവശ്യമായിട്ടുള്ള ഒരു പാരമ്പര്യ അവകാശമാണെന്ന് ഒരു എന്താണ് അനിവാര്യമായതാണ് അഴിമതി എന്ന്, അത് തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് ശഠിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ ഭരണാധികാരികളും കൂടിയിട്ടാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവനാക്കി മാറ്റിക്കൊണ്ട് അനുദിനം കോടീശ്വരന്മാരെ ചമയ്ക്കുന്ന ശതകോടീശ്വരന്മാരെ ചമയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം അകപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെന്ത് പറഞ്ഞാലും ശരി തന്നെ ആത്മാർത്ഥതയില്ലാത്ത ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ ഇവരുടെ ഒരു വാഗ്ദാനവും നമുക്ക് ആവശ്യമില്ല. ഈ ആർട്ടിക്കിൾ 39 BMC ആർട്ടിക്കിൾ 47 ആർട്ടിക്കിൾ 14 കൂടെ നടത്തി തന്നു കഴിഞ്ഞാൽ 95% അഴിമതിയും ഇവിടെ അവസാനിക്കും. നമുക്ക് സമ്പത്ത് സമന്മാരായിട്ട് ഉള്ള സമ്പത്ത് കൊണ്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അക്രമവും അനീതിയും കൊലപാതകവും ഇല്ലാത്ത ഒരു രാഷ്ട്രമായി, ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി എന്റെ ഉത്തരവാദിത്വം ഞാനിവിടെ നിർവഹിക്കുകയാണ്. ഞാനിതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലും പോയി പോയേണ്ട കാര്യമില്ല, ഒരു ഭരണാധികാരിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടുത്താൻ വരുന്ന ഭരണാധികാരികളോട് പറയണം, സൂക്ഷിച്ചു വേണം. ജനാധിപത്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ മതം. ആ മതം ഞങ്ങളെടുത്ത് പ്രയോഗിക്കും. 51% വരുന്ന സ്ത്രീകളുള്ള നാട്ടിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ജനാധിപത്യമുണ്ടോ? അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കൂ. 50% സീറ്റ് അവർക്ക് കൊടുക്കുന്നതിന് പകരം അവർക്ക് 4-5% സീറ്റായിരിക്കും കൊടുക്കുന്നത്. ഈ പഞ്ചായത്തിലും അങ്ങനെ വരാൻ പാടില്ല. പഞ്ചായത്തിൽ 4-5% സീറ്റായിരിക്കും കൊടുക്കുന്നത്. ഈ പഞ്ചായത്തിലും അങ്ങനെ വരാൻ പാടില്ല. പഞ്ചായത്തിൽ 50% സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണം. അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർ ഒരുമിച്ച് അണിനിരന്നു കഴിഞ്ഞാൽ, അവരുടെ മക്കളും മരുമക്കളും കൂടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പുരുഷാധിപത്യം ഇവിടെ അവസാനിക്കും, ഇവിടുത്തെ ജനാധിപത്യം വളരും. അപ്പൊ ജനാധിപത്യം വളരണം. ഇവിടെ ഇല്ല, ഇപ്പൊ ജനാധിപത്യം ഇല്ല. ഇവിടെ പണാധിപത്യമാണ്, പുരുഷാധിപത്യമാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഔദാര്യം തരുന്നതാണ് ഇവരുടെ ഒരു വിചാരം. ഭരണകൂടങ്ങളിൽ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. XRY അവർ ചെയ്തില്ലെങ്കിൽ വേറൊരാളും ചെയ്തോളും. അവരുടെ വീട്ടിൽ വകയൊന്നും എടുത്തല്ല ഇവിടുത്തെ സമ്പത്ത് എടുത്തിട്ടാണ് ഇവിടെ പദ്ധതികൾ കൊണ്ടുവരുന്നത്. പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് എങ്ങനെയാണ്? 5 ലക്ഷം രൂപ മുടക്കി ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് 5 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാനാണ് അയാൾ നോക്കുന്നത്. അതിനെന്താണ് ചെയ്യുന്നത്? ഒരു ഉദ്യോഗസ്ഥനെ കണ്ട്, എന്റെ പ്ലാനിംഗ് ഉദ്യോഗസ്ഥനെ കണ്ട് പറയും, ഒരു പ്രോജക്റ്റ് എഴുതി എനിക്ക് തരണം, ഒരു മെമ്പർ എന്ന് പറയും. 5 ലക്ഷം രൂപ കൊണ്ട് തീരുന്ന ഒരു പദ്ധതിക്ക് 15 ലക്ഷത്തിന്റെ ഒരു പ്രോജക്ട് ഉണ്ടാക്കും. ആ പ്രോജക്ട് കൊണ്ടാണ് അത് നടപ്പിലാക്കി എടുത്തിട്ട് 10 ലക്ഷവും ഇവരെ കൈക്കൂലിയായിട്ടാണ് മാറുന്നത്. അതെങ്കിലും അവർക്ക് കൊടുക്കും, അവർക്ക് കൊടുക്കും. അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന കൊടുക്കും. പഞ്ചായത്ത്
ഉള്ള ആളുകള് അതിന്റെ വിഹിതം പറ്റും. അങ്ങനെയാണ് ഇറങ്ങി വരുന്ന കാര്യം പോക്കറ്റ് വഴി പോകുന്ന ആളുകൾ പിന്നെ സൂട്ട് കേസിൽ പിടിച്ച് പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ കഴിയും. സിനിമാ നടന്മാരെ പോലെ ഇറങ്ങി നടക്കുന്നതിന്റെ പിന്നെ രഹസ്യം ഉണ്ടാവും. ഈ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ നമുക്കുള്ള അവകാശം വോട്ടൊന്ന്, മൂല്യമൊന്ന്, പൗരത്വമൊന്ന് ആർട്ടിക്കിൾ 14 അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 47, 39 ബിയും സിയും എല്ലാം നടപ്പിലാക്കുന്നതിന് നിങ്ങൾ വോട്ടർമാരായി നിങ്ങൾ പറയണം, വോട്ട് പിടിക്കാൻ വരുന്നവരോട് പറയണം, ഇവിടെ നിങ്ങൾ നടപ്പാക്കേണ്ടത് ഇതുവരെ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളൊന്നുമല്ല. ഭരണഘടന പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഭരണഘടന ആമുഖം എടുത്ത് വായിക്കാൻ പറയും. ഞാൻ ആമുഖം 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പഞ്ചായത്തിലും എന്റെ ജില്ലയിലും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ അടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ അന്തസ്സായി ജീവിക്കാനൊക്കുള്ളൂ. നമുക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരണം, സാമൂഹ്യ നീതി ഉണ്ടാക്കി തരണം, സാമ്പത്തിക നീതി ഉണ്ടാക്കി തരണം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരണം. ഇവിടെ എല്ലാവരും സമന്മാരാണ്. ഐക്യവും അതുപോലെ തന്നെ അഖണ്ഡതയും നിലനിർത്തുന്ന ഒരു രാജ്യമായിട്ട് മാറണം. അതല്ലാതെ അവരവർക്ക് ഭരണത്തിൽ കയറുന്നവന്റെ തോന്നിവാസം കാണിക്കുവാനും ഭരണഘടനയെ എടുത്ത് അറബിക്കടലിൽ എറിയാനുമുള്ളതല്ല, അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുത്താനുള്ളതാണ്, പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ്. അത് ഇങ്ങനെ ഓരോ 5 വർഷം കൂടി ഇരിക്കുമ്പോഴും കുറച്ച് ചെയ്താൽ മതി, ഒരുമിച്ച് ചെയ്യണം നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് തങ്ങളുടെ സ്വന്തം ഔദ്യോഗികമല്ലാത്ത ഭരണഘടന ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ്. അത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജനങ്ങൾക്കാണ്, വോട്ടർമാർക്കാണ്.